നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മുടെ ക്രിസ്മസ് ദിന ചിത്രങ്ങളിൽ ഏറ്റവും ടോപ്പ് അടിച്ചിരിക്കുന്നത്, മലയാളം സിനിമകളിൽ ഏറ്റവും ടോപ്പ് അടിച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഗൈസ്. അത് വെച്ചടിച്ച് കയറിയ ഗൈസ്. ഒരു ഇത് ലക്ഷണവും ഇല്ല, പറക്കുകയാണ്, നല്ല രീതിക്ക് കയറുന്നുണ്ട്. പിന്നെ അതിനെതിരെ ഇപ്പോൾ നമ്മുടെ കോമഡി സാമ്രാട്ടൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, സുരാജ് വെഞ്ഞാറമൂട്, അതിനെതിരെ എന്തൊക്കെ ഡയലോഗ് അടിച്ചുകൊണ്ട് ആകെ പെട്ടിരിക്കാൻ കേസ്. സുരാജ് വെഞ്ഞാറമൂട് പെട്ടിരിക്കുകയാണ് കേസ്. കാര്യം എന്നാണെന്നറിയാമോ, ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഒരു ED എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൻ്റെ പ്രമോഷൻ സമയത്തിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു ഡയലോഗ് എന്തോ വെച്ച്, അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേസ്. ഇഷ്ടപ്പെടാതെ വന്നുകൊണ്ട് എന്തു വേണ്ടി ആൾക്കാരെല്ലാം ഏറി കയറ്റിക്കൊണ്ടിരിക്കുക. ബിക്കോസ് പുള്ളി പറഞ്ഞ എന്തായിരുന്നു, അത് ആൾക്കാരെ കൊല്ലും കൊലയൊന്നും ഇല്ലാത്ത സിനിമയാണ്, ഇത് പോയി കാണണം, മറ്റത് കാണണ്ട എന്നുള്ള ഒരു ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടതിൻ്റെ ഒരു മേലാളൻ്റെ ഒരു മേലാമ്പി അതെടുത്ത് അങ്ങ് ചാർത്തിയിരിക്കുകയാണ് കേസ് സുരാജിനോട്. അപ്പോൾ അതിനെതിരെ നമ്മുടെ പിള്ളേർക്കൊന്നും സൂചിച്ചിട്ടില്ല ആർക്കും. അപ്പോൾ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുക കേസ്. നല്ല രീതിയിൽ കയറുന്നുണ്ട്. മിക്കവാറും പണി വാളുമെന്നാണ്. മിക്കവാറും സുരാജോണ് എയർ ടു എയർ സർവീസ് നടത്താൻ ചാൻസ് കൂടുതലാണ്. സീക്രട്ട് ഏജൻറ്റ് ഓൾറെഡി എയറിലാണല്ലോ മാർക്കോ വന്നു കഴിഞ്ഞ്. പുള്ളി വൈഫായിക്കാട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞ് നേരത്തെ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തല്ലോ ഗൈസ്. നോക്കൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു വാർത്ത വന്നായിരുന്നു. വാർത്ത വന്നതെന്നറിയാമോ, നമ്മുടെ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെയും ക്രിസ്മസ് ആഘോഷത്തിൻ്റെയും ഇടയ്ക്ക് MDMAയുമായിട്ട് കുറച്ചൊരു ആൾ പിടിയിലായിട്ടുണ്ട്. ആ പിടിയിലായ ആൾക്കാർ പറഞ്ഞത്, ഞാൻ രണ്ട് നടിമാർക്ക് എന്തോ കൊണ്ടുവന്നതാണെന്നെന്തോ ഒരു കമൻ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ വലിയ വാർത്ത വായിട്ടുണ്ട്. ഏതാണ് നടികളെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അത് ക്രൂഷ്യലാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പം ആ റിപ്പോർട്ടിൽ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഈ സിനിമാ താരങ്ങൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണെന്ന്. കൂടാതെ ഇതുപോലുള്ള സംശയകരമായ പല സന്ദർഭങ്ങളും ഉണ്ട് ഗൈസ്. പക്ഷേ അതൊന്നും ദർ ഈസ് നോ പ്രൂഫ്, സയൻറ്റിഫിക് പ്രൂഫായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ദർ ഈസ് നോ സയൻറ്റിഫിക് ട്രൂത്ത് ബിഹൈൻഡ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതൊന്നും അറിയത്തില്ല. ഇനി വരാനുള്ളതല്ല സത്യം എന്താണെന്ന് നമ്മുടെ പോലീസ് സേനാംഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് ആവശ്യപ്പെടുകയാണ് കേസ്. നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. കൂടെ അതുകൊണ്ട് നമ്മുടെ ലൈക്ക് ഒന്ന് ചെയ്താൽ വളരെ ഉപകാരമായി ഗൈസ്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ്. അതുകൊണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രോത്സാഹനമാകത്തുള്ളൂ ഗൈസ്. സോ ഞാനിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ തീർച്ചയായും സാധിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണ് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽസ് ആൻഡ് സപ്പോർട്ട് മീ. സോ ഈ വീഡിയോയിൽ ഇത്രയും കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം. നിങ്ങൾക്കൊരു നല്ല ദിവസം ഞാൻ നേരുന്നു ഗൈസ്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു.